നമസ്കാരം. വ്യത്യസ്തമായ ആചാര രീതി കൊണ്ട് ഒരു പെൺകുട്ടിക്ക് ജീവിതം നഷ്ടമാകുന്നു, മറ്റൊരു വ്യക്തിയാൽ ചതിക്കപ്പെടുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. പക്ഷേ ഈ ദുരനുഭവം ഉണ്ടായത് നാഗാലാൻഡ് സ്വദേശിനിയായ ഒരു പാവം പെൺകുട്ടിക്കാണ്. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കേരളത്തിൽ എത്തിച്ചതിന് ശേഷം ഖത്തറിലേക്ക് മുങ്ങിയ യുവാവിനെതിരെ പരാതി നൽകി നേപ്പാൾ പൗരത്വമുള്ള നാഗാലാൻഡ് സ്വദേശിയായ 23-കാരി. കപട വാഗ്ദാനത്തിൽ വിശ്വസിച്ച് തൃശ്ശൂരിൽ എത്തിയ യുവതി ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമാകുന്നു. തൃശ്ശൂർ കയ്പമംഗലം എടത്തിരുത്തി സ്വദേശിയായ യുവാവാണ് ഗർഭിണിയായിരുന്ന പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിച്ചതിന് ശേഷം വിദേശത്തേക്ക് മുങ്ങിയത്. തുടർന്ന് പീഡനത്തിന് പരാതി നൽകി നിയമ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പെൺകുട്ടി. എന്നാൽ കഴിഞ്ഞ മാസം 30-നകം യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി വിധി ഉണ്ടായിട്ടും ഇയാൾ വിദേശത്തായതിനാൽ കേസ് നീണ്ടുപോവുകയാണ്. പീഡന പരാതിയിൽ യുവാവിനെതിരെ കയ്പമംഗലം പോലീസ് കേസെടുത്തിരുന്നു. പൊട്ടൻസി ടെസ്റ്റിനും യുവാവ് വിധേയനായി. എന്നാൽ അന്ന് യുവതി പരാതി പിൻവലിച്ചതിനെ തുടർന്ന് യുവാവ് വീണ്ടും വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് വീണ്ടും യുവതിയോട് വിശ്വാസവഞ്ചന കാണിച്ചതിനെ തുടർന്നാണ് അവർ പരാതിയുമായി എത്തിയത്. കാമുകനെ വിവാഹം കഴിക്കാനോ പണം കൈക്കലാക്കാനോ വേണ്ടിയല്ല താൻ പരാതി നൽകിയത് എന്ന് യുവതി പറയുന്നു. പ്രണയം മൂലം നഷ്ടപ്പെട്ട തൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടണം എന്ന് മാത്രമാണ് യുവതി ആഗ്രഹിക്കുന്നത്. പെൺകുട്ടിയുടെ അച്ഛൻ നാഗാലാൻഡിലെ പ്രാദേശിക ഗോത്രവർഗ സമുദായ അംഗവും അമ്മ നേപ്പാൾ സ്വദേശിനിയുമാണ്. അമ്മയുടെ പൗരത്വമാണ് പെൺകുട്ടിക്ക് ലഭിച്ചത്. സ്ത്രീയും പുരുഷനും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വിവാഹം കഴിക്കണം എന്നാണ് യുവതിയുടെ സമുദായത്തിലെ നിയമം. ഇല്ലെങ്കിൽ ഊരുവിലക്കും. തിരിച്ച് പ്രവേശനം ലഭിക്കണമെങ്കിൽ നിയമപരമായി വിവാഹമോചനം നേടിയതിൻ്റെ രേഖകൾ കാണിക്കണം. എന്നാൽ വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ യുവാവ് മുങ്ങിയതോടെ ഊരുവിലക്ക് നേരിട്ട യുവതി നാട്ടിലേക്ക് പോലും തിരിച്ചു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. വിവാഹം കഴിച്ചതായി രേഖയുണ്ടാക്കിയതിനു ശേഷം വിവാഹമോചനം നൽകാമെന്ന് യുവാവുമായി വക്കീൽ മുഖേന കരാറുണ്ടാക്കിയിരുന്നു. പെൺകുട്ടിക്ക് യുവാവിൻ്റെ സ്വത്ത് വകകളിലും മറ്റും അവകാശമില്ലാത്ത വിധം കരാർ തയ്യാറാക്കാമെന്ന് യുവതിയും സമ്മതിച്ചിരുന്നു. പിന്നീട് വിവാഹമോചനം ലഭിക്കുന്നതോടെ പരാതി പിൻവലിച്ച് മടങ്ങിപ്പോകാമെന്നും യുവതി സമ്മതിച്ചതാണ്. എന്നാൽ ഇതിനൊന്നും തയ്യാറാകാതെ യുവാവ് ഖത്തറിലേക്ക് മുങ്ങുകയും യുവതി തൃശ്ശൂരിൽ ഒറ്റപ്പെടുകയുമായിരുന്നു. ഖത്തറിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പെൺകുട്ടി യുവാവുമായി അടുപ്പത്തിലായത്. ഇയാൾ പ്രണയം നടിച്ചും വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ചും പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്നാണിപ്പോൾ പരാതി. ഗർഭഛിദ്രം നടത്തിയാൽ വിവാഹം കഴിക്കാമെന്ന് പിന്നീട് യുവാവ് വാക്കുമാറ്റി. തുടർന്ന് യുവതി നാഗാലാൻഡിൽ എത്തി ഗർഭഛിദ്രം നടത്തി. അവിടെ ഗോത്രവർഗ കലാപം നടക്കുന്നത് പോലും അവഗണിച്ചാണ് നാഗാലാൻഡിൽ എത്തി ഗർഭഛിദ്രം ചെയ്തത് എന്ന് യുവതി പറയുന്നു. എന്നാൽ വാക്കുപാലിക്കാതെ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതോടെ കുടുംബവും ഗോത്രവും തന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പെൺകുട്ടി പറയുന്നത്. തുടർന്നാണ് തൃശ്ശൂരിൽ എത്തി നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. BSP പ്രവർത്തകയായ രശ്മി മോഹൻ എന്ന സ്ത്രീയുടെ സഹായത്തോടെ കയ്പമംഗലം പോലീസിൽ അവർ പരാതി നൽകി. ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകിയിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം കയ്പമംഗലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ അന്യനാട്ടുകാരിയായ ഒരു യുവതിയെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കി തുടർന്ന് ആ കുട്ടിയുടെ ആരോഗ്യനിലയെ ബാധിക്കുന്ന തരത്തിൽ ഗർഭഛിദ്രവും നടത്തി ആ യുവതിയെ പറ്റിച്ച് വിദേശത്തേക്ക് മുങ്ങിയ യുവാവിനെ തേടി ആ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭാഷയും സംസ്കാരവും ഒന്നും അറിയാതെ ആ യുവാവിനെ മാത്രം വിശ്വസിച്ച് ആ യുവാവിനൊപ്പം കഴിഞ്ഞ ആ ദുർഗതിയെക്കുറിച്ച് പോലീസും ആശങ്കാകുലരാണ്. യുവാവിനെ നാട്ടിൽ എത്തിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും എന്നാണ് സൂചനകൾ.